ആദ്യമായിട്ട് തന്നെ ഒരു ടൂറിസം എംപ്ലോയി എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ എന്ത് നഷ്ടം സഹിച്ചും തൊഴിലാളികളെ ഇത്രയും സ്നേഹിച്ച് അവർക്ക് വേണ്ടിയ ശമ്പളങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുകയും അവരുടെ വേദനകൾ പങ്കുചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന യൂസഫ് അലി സാഹിബിനോടും കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി സാറിനോടും അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാറിനോടും ഗോപാലൻ സാറിനെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഞാനൊരു ടൂറിസം എംപ്ലോയി എന്ന നിലയ്ക്ക് ഞങ്ങൾ കുറച്ച് പേര് ഈ ടൂറിസം മേഖലയിൽ പണിയെടുക്കുന്ന കുറച്ച് പേര് ചേർന്നെടുത്ത തുടങ്ങിയ കുറച്ച് സംഘടനകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. അതായത് ആദ്യമായിട്ട് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരക്ഷണവും അതുപോലെ തന്നെ പോരാട്ടവുമാണ്. ആദ്യമായിട്ട് പോരാട്ടത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ട്രേഡ് യൂണിയൻ്റെ പേരാണ് കേരള ടൂറിസം എംപ്ലോയീസ് യൂണിയൻ അഥവാ KTEU. ഈ ഒരു സംഘടന CITU എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു യൂണിയനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യൂണിയൻ്റെ ഒരു ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിയനിലേക്ക് എത്തിപ്പെടാൻ വന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ച് ചരിത്രപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയും ആ പോരാട്ടത്തിലൂടെ ഇന്ന് പലരും അനുഭവിക്കുന്നില്ല, പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ലേബർ ലോസ് എല്ലാത്തിനും പോരാട്ടങ്ങൾ നടത്തി വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത സംഘടന ആയതുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരായിരുന്നാലും അവരെല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാന പ്രകാരമാണ് ഈ പറഞ്ഞ CITU എന്ന് പറഞ്ഞ സംഘടനയായിട്ട് അഫിലിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ CITU എന്ന് ആ ഒരു സംഘടനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കാലാകാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ ജന്മിത്വം അവസാനിച്ചു എന്ന് ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ ഇന്നും ജന്മിത്വം നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല. എല്ലാവരെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നില്ല. 90% വരുന്ന ചില മുതലാളിമാരുടെ ടൂറിസം മേഖലയിലുള്ള മുതലാളിമാരുടെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ അടിമത്വത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ആ അടിമത്വത്തിൽ പിന്നെ ഇതൊരു സർവീസ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, അത് ഒരു മേൽഘടകത്തിലായിക്കോട്ടെ താഴെ കടയിലായിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഒരു ഓഫർ ലെറ്റർ ഇല്ല, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഒരു ഓഫർ ലെറ്റർ ഇല്ല, അതുപോലെ തന്നെ ഒരു ജോലി ടൈമിംഗ് ഇല്ല, ഒരു ശമ്പള പരിഷ്കരണമില്ല, അതുപോലെ തന്നെ ഒരു ESIയോ PFO പോലുമില്ല. അഥവാ ESI BF ഉണ്ടെങ്കിൽ ഈ മുതലാളിമാരുടെയും അളിയന്മാരുടെയും അനിയന്മാരുടെയും ചിങ്കിടികളുടെയും പേരിലാണ്. എന്ത് കഴിവുള്ള തൊഴിലാളി ആയിക്കോട്ടെ, ആ കഴിവുള്ള തൊഴിലാളികൾ ഈ പറഞ്ഞ മുതലാളിമാരെയും മുതലാളിമാരുടെ ചിങ്കിടികളെയും ഓശാന പാടിയില്ല എങ്കിൽ ഒരു ടെർമിനേഷൻ ലെറ്റർ പോലുമില്ലാതെ, രായ്ക്ക് രാമാനം ശമ്പളം പോലുമില്ലാതെ അടി കൊടുത്തു പറഞ്ഞു വിടുന്ന സന്ദർഭങ്ങൾ പലതാണ്. അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സഹിച്ചും ക്ഷമിച്ചും ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾ കാലങ്ങൾ നീക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാശും മുടക്കി വീട്ടുകാർ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ലാസ്റ്റ് നമ്മളുടെ ആ ഒരു ഇത്രയും പഠിച്ചതിൻ്റെ ഒരു തൊഴിൽ പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മൾ
മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതായത് ഈ പറഞ്ഞ ഒരു ആനുകൂല്യങ്ങളുമില്ലാതെ തുച്ഛമായ ശമ്പളത്തിൽ ആണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ കാലയളവിൽ 2 പ്രളയവും, ഒരു ഓഖി, ഒരു നിപ്പ കടന്നുപോയി. ആ സമയത്തും ഇപ്പോഴും ഒരു 90% ഹോട്ടലുകളിലും പകുതി ശമ്പളം അല്ലെങ്കിൽ മുഴുവൻ ശമ്പളം പോലും കൊടുക്കാത്ത അവസ്ഥയുണ്ട്. അതും സഹിച്ചു ക്ഷമിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പീക്ക് സീസൺ വന്നു. പീക്ക് സീസൺ വന്നപ്പോഴും മുതലാളിമാർ എന്ത് ചെയ്തു? അവർ ഈ പറഞ്ഞ 1000 രൂപയുടെ റൂം 3000 രൂപയ്ക്ക് വിൽക്കും, 4000 രൂപയ്ക്ക് വിൽക്കും എന്ന് പറഞ്ഞ് ഇതേ തൊഴിലാളികളുടെ സെയിൽസ് ടീമിനെയും ഓപ്പറേഷൻ ടീമിനെയും കട്ടായപ്പെടുത്തിക്കൊണ്ട് അവർ ലാഭം കൊയ്തു. അതിൽ നിന്നൊരു ഇൻസെൻറ്റീവ് പോലും കൊടുത്തിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് 2020 കൊറോണ കയറി വന്നത്. കൊറോണ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോഴത്തേക്കിന് ഈ ലോക്ക്ഡൗൺ കാലത്ത് പല ഹോട്ടലുകാരും, ഒരു 90% ഹോട്ടലുകാരും പറഞ്ഞു, മുതലാളിമാരും പറഞ്ഞു, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു, നിങ്ങൾ വീട്ടിൽ പോയിക്കോ. ചില മുതലാളിമാർ പകുതി ശമ്പളം കൊടുത്തു, ചിലർ വണ്ടിക്കൂലി കൊടുത്തു, ചിലർ ഒന്നും കൊടുത്തില്ല. അങ്ങനെ വീട്ടിൽ പോയി ഇരിക്കുന്ന അവസരത്തിൽ എല്ലാവരും ബാങ്കിലോട്ട് ഇട്ട് തരാം എന്നുള്ളൊരു രീതിയിലേക്ക് മുതലാളിമാർ പറഞ്ഞു വിടുകയും അത് വിശ്വസിച്ചുകൊണ്ട് അവിടെ ചെന്ന് വീട്ടിലിരുന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നീക്കിയിരിപ്പില്ല, കാശൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ശമ്പളം, ഈ പണിയെടുത്ത മാസത്തെ ശമ്പളമെങ്കിലും അവർ ഇട്ട് തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീട്ടിൽ പോയി ഇരുന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ അക്കൗണ്ടന്റുമാരെയും ഈ പറഞ്ഞ ചിങ്കിടികളായിട്ടുള്ള വ്യക്തികളെയും അല്ലെങ്കിൽ മുതലാളിമാരെ തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യുക. ഈ പറഞ്ഞ GM ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ടൂർ മാനേജർ ഉൾപ്പെടെയുള്ള താഴെക്കടയുള്ളവരൊക്കെ ഇപ്പം ഇരിക്കുകയാണ് വീട്ടിൽ. ആ പ്രതീക്ഷയും വെച്ചുണ്ട് ഇവർ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ കൊടും പട്ടിണിയിലായി ഈ പറഞ്ഞ സീനിയേഴ്സ് ആയിട്ടുള്ള ഓഫീസേഴ്സ് മുതൽ താഴെക്കടയുള്ളവർ വരെ. എന്തു ചെയ്യും? പലരും കട്ടൻ കാപ്പി കുടിച്ചു, കുഞ്ഞു മക്കളെ വരെ കട്ടൻ കാപ്പി കുടിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീക്കിയിരിപ്പില്ല, കട്ടൻ കാപ്പി കുടിപ്പിച്ചുകൊണ്ട്. പിന്നെ സഖാവ് പിണറായി സർക്കാർ ചെയ്ത ഒരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടായതുകൊണ്ട് ഇതുപോലെ പലരും വന്നതുകൊണ്ട് അറിഞ്ഞ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ പറഞ്ഞ സഹായങ്ങളായി ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയുള്ള ഫുഡുകളും അതുപോലെ ഈ കിറ്റുകളും എല്ലാം ഫ്രീ ആയിട്ട്. അതിലെ ഒരു 80% തൊഴിലാളികൾക്ക് കാർഡ് പോലും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ടൈം കറക്റ്റല്ലാത്തതാണ് പോയി കാർഡ് എടുക്കാനുള്ള അവസരമൊന്നുമില്ല. ഒരു ജാതിയോ മതമോ ഒന്നുമില്ല. നമ്മളൊരു ഗോത്ര സമൂഹമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പെരുന്നാളില്ല, ഒരു ഓണമില്ല, ക്രിസ്മസ് ഇല്ല, ന്യൂ ഇയർ ഇല്ല, ഒന്നുമില്ല. നമ്മൾ എല്ലാം ജോലി സ്ഥലത്ത് തന്നെ. അപ്പം നമുക്കെന്ത് ജാതി, നമുക്കെന്ത് മതം? അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ഈ കൊറോണ വന്നപ്പോഴത്തേക്കിന് നമ്മൾക്കൊന്ന് യോജിക്കാൻ പറ്റി. ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ മരിക്കുന്നതിന് തുല്യമായിട്ടുള്ള കഷ്ടപ്പാടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവത്തിൽ ഞങ്ങൾ സംഘടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ടൂറിസം മേഖലയിലുള്ളവർ ഒന്നിച്ചു സംഘടിച്ച് ഇതുപോലൊരു സംഘടന, അല്ലെങ്കിൽ പല സംഘടനകളുണ്ടായി. എല്ലാത്തിൻ്റെയും ലക്ഷ്യമൊന്നാണ്, പക്ഷേ മാർഗം വ്യത്യാസമുണ്ട്. നമ്മൾക്ക് നമ്മളുടേതായ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടായ തീരുമാനമനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ നമുക്ക് വേണ്ടി തന്നെതാ ഇനിയുള്ളൊരു സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഒരു വെൽഫെയർ ബോർഡ് വേണം. നമുക്ക് മുതലാളിമാർക്ക് പോയിട്ട് വഴക്കുണ്ടാക്കാനും സർവീസ് ഇൻഡസ്ട്രി പോയിട്ട് കൊടി പിടിക്കാനും ഒരു സ്ഥാപനം പൂട്ടിക്കാനും നമ്മളെ ലക്ഷ്യമല്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഈ ഒരു ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ 16 ലക്ഷം തൊഴിലാളികളുണ്ട്. ടൂറിസം ഇൻഡസ്ട്രിയിൽ 16 ലക്ഷത്തിൻ്റെ അടുത്ത് തൊഴിലാളികളുണ്ട്. ടൂറിസം ഇൻഡസ്ട്രി എന്നുള്ള വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്കാരി, പ്രവാസി, അതുപോലെ തന്നെ ലോട്ടറി, അത് കഴിഞ്ഞിട്ടുള്ളത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. ഇത്ര റവന്യൂ ഉണ്ട്, ഇത്രയും തൊഴിലാളികളുണ്ട്. പക്ഷെ ഇതിലും കുറഞ്ഞ തൊഴിലാളികളുള്ള മേഖലകൾക്ക് പലർക്കും ഈ ഗവൺമെന്റ് ടൂറിസം എംപ്ലോയീസ് ഈ ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ടൂറിസം മേഖലയിലില്ല ഇത്രയും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക്. ഞങ്ങൾക്ക് ഇനി മുതലാളിമാർക്ക് പോയിട്ട് കൊടി പിടിക്കാനോ അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടിക്കാനോ അല്ല.
ഗവൺമെൻറ് ഇത് ഉണ്ടാക്കി തരിക, അതുവഴി ഞങ്ങൾക്ക് ക്ഷേമനിധി ഉണ്ടാക്കി തരിക. ഇതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം ആയിട്ട് ഞങ്ങൾ ഉന്നയിച്ച ഒരാവശ്യം. അതിനുവേണ്ടി ഒരാവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ ആവശ്യം ഈ പറഞ്ഞ പ്രവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ജോലിയില്ലാതെ തിരിച്ചു വരുന്നൊരവസരത്തിൽ മുതലാളിമാർ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജോലിക്ക് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടിരിക്കും. ഇത് സ്റ്റേബിൾ ആകുന്ന സമയത്തും അല്ലെങ്കിൽ അതിന് മുമ്പും ഈ പറഞ്ഞ മലയാളികളായിട്ടുള്ള 60% പേർക്ക് തൊഴിൽ കൊടുത്തിട്ട് മാത്രമേ 40% അന്യദേശക്കാർക്ക് കൊടുത്തോട്ടെ, വിരോധമില്ല. 60% കേരളത്തിൽ നിന്നുള്ള സഹോദരന്മാരുടെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ട് പണി കൊടുത്തിട്ട് മാത്രമേ നമ്മൾക്ക് ഇനി അനുവദിക്കും. അതാണ് രണ്ടാമത്തെ നമ്മൾ ആവശ്യം. മൂന്നാമത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ മൊറട്ടോറിയം കഴിയുന്നതിന് മുമ്പ് തന്നെ, മൊറട്ടോറിയം കഴിഞ്ഞും ഈ പറഞ്ഞ സ്റ്റേബിൾ ആകുന്നിടം വരെ ഈ പറഞ്ഞ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഈ പറഞ്ഞ അവരുടെ മറ്റേ ശമ്പളം തികയാതെ വരുമ്പോഴത്തേക്കിന് അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട്. ഹോം ലോൺ എടുത്തിട്ടുണ്ട്, അവരുടെ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്, കാർഡ് ലോൺ എടുത്തിട്ടുണ്ട്. ഈ ഒരു ലോണുകൾ, ഈ ബാങ്കുകളുടെ ശല്യം കാരണം പലരും ആത്മഹത്യയുടെ മെയിനായിട്ടുള്ള റീസണാണത്. ഒന്ന് പട്ടിണി, രണ്ട് ഈ പറഞ്ഞ ബാങ്കുകളുടെ ശല്യം കാരണമാണ് ആത്മഹത്യ. അങ്ങനെ ഒരു സഹോദരൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മളിൽ നിന്ന് വിട്ടുപോയി, രാജു ദേവസ്യ. ഇനിയും അത് വരാതിരിക്കാൻ ഈ ബാങ്കുകളുടെ മേൽ സർക്കാർ ഒരു നടപടി എടുത്തിരിക്കണം. ഈ 3 ആവശ്യമാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ച ആവശ്യം. ഈ 3 ആവശ്യത്തിന് നമ്മൾ 2 പ്രാവശ്യമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും ലേബർ മിനിസ്റ്റർക്കും അതുപോലെ തന്നെ ടൂറിസം സെക്രട്ടറിക്കും നമ്മൾ പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. അതിനിതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. മറുപടി ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിപ്ലൈ വരുന്നതല്ലാതെ അതിനുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആ നടപടി കിട്ടണമെങ്കിൽ ആ നടപടി അതിനൊരു ഇംപ്ലിമെൻറ്റേഷൻ വരണമെങ്കിൽ അത് നമ്മളൊരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഇത്രയും ഈ 3 ചെറിയ കാര്യങ്ങളാണ്. അത് ഗവൺമെന്റിന് ചെയ്യാവുന്ന ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ആ 3 കാര്യങ്ങൾക്ക് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇപ്പം ഈ കോവിഡ് കാലമായതുകൊണ്ട് കോവിഡിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അതിന് എത്രത്തോളം കവറേജ് കിട്ടിയിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ഇതൊരു സൂചനയായിരുന്നു. ഞങ്ങൾ ആദ്യം പെറ്റീഷൻ അയച്ചു, രണ്ടാമതൊരു പ്രസ് മീറ്റ് നടത്തി. ഇനിയുമുള്ളത് പോരാട്ടമാണ്. അതാണ് പോരാട്ടം. ആ പോരാട്ടത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പ്രക്ഷോഭം നടത്തും. അതിലും കേട്ടിട്ടില്ലെങ്കിൽ കോവിഡിന്റെ എപ്പിഡമിക് ആക്ട് വന്നാലും ശരി, ലക്ഷോപലക്ഷം വരുന്ന തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞിരിക്കും. അത് ജീവിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം കൊണ്ട കൊറോണ വന്ന് മരിക്കുന്നതിന് മുമ്പ് ടൂറിസം മേഖലയിലുള്ള തൊഴിലാളികൾ പട്ടിണി കൊണ്ടും ഈ പറഞ്ഞ തേജോവധം, ബാങ്കുകളുടെ തേജോവധം കൊണ്ടും മരിക്കുന്നതിനേക്കാൾ ഭേദം കൊറോണ വന്ന് മരിക്കുക. അല്ലെങ്കിൽ ഗവൺമെന്റ് ഞങ്ങളെ ഇട്ട് ജയിലിൽ നടക്കട്ടെ, ഞങ്ങൾ തൊഴിലാളികളെല്ലാം വരാം, ഞങ്ങളുടെ സമാനമായിട്ടുള്ള സംഘടനകൾ അവിടെ വേറെയുണ്ട്, ആ സഹകരിക്കാൻ പറ്റുന്ന സംഘടനകളുമായിട്ട് ഞങ്ങൾ സഹകരിച്ചൊരു വമ്പിച്ച തൊഴിലാളി പ്രക്ഷോഭം ഈ കേരളം കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ടുള്ള ലൈവാണിത്. അതുപോലെ തന്നെ അതിന്റെ ഇതാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോരാട്ടത്തിനുള്ള ആരംഭമായിട്ട് പ്രസ് മീറ്റ് നടത്തി, പെറ്റീഷൻ കൊടുത്തു സമാധാനപരമായിട്ട്. അത് കഴിഞ്ഞും ഒരു സമാധാനപരമായിട്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ വളരെ കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങളൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിലും ഫലം കണ്ടില്ലെങ്കിൽ ഇത്തവണത്തെ സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു സീസണിന്റെ ആരംഭം അടുത്ത് സ്റ്റേബിളായി കഴിയാനുള്ള സംഭവമാണ്. സ്റ്റേബിളായി കഴിയുന്ന
ആ സെപ്റ്റംബർ എന്ന് പറയുന്ന ആ മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ അതുവരെ ഞങ്ങൾ സമാധാനപരമാവും. അതിനൊരു മാസം മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു വൻപിച്ച തൊഴിലാളി പ്രക്ഷോഭം, പോരാട്ടം, അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഞങ്ങൾ നടത്തിയിരിക്കും. പിന്നെ ഈ തൊഴിലാളികൾ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എൻ്റെ അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പുണ്ട്. ഈ തൊഴിലാളികൾ ശക്തരാകണം. എൻ്റെ തൊഴിലാളി സുഹൃത്തുക്കൾ സഹോദരങ്ങളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് എന്നുള്ളൂ, നമ്മൾക്ക് ഉപകാരം ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മൾ വോട്ട് നൽകുക. ഇനിയും അടിമത്തമായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ഒരു ശക്തമായ പോരാട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള 3 ആവശ്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഉള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ ആരംഭിക്കുകയാണ്. നമ്മളുടെ കേരള ടൂറിസം എംപ്ലോയീസ് യൂണിയന്റെ ഭാഗമായിട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റും ബന്ധപ്പെട്ട ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത് സംരക്ഷണം. എങ്ങനെയാണ് സംരക്ഷണം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു രജിസ്റ്റേർഡ് സൊസൈറ്റി ഉണ്ട്, ടൂറിസം എംപ്ലോയീസ് വെൽഫെയർ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പലതരം പദ്ധതികൾ, ഇപ്പോൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ തുകകൾ മറ്റേ ഇതിനകത്ത് തരുന്ന മെമ്പേഴ്സിനും ഒക്കെ ഒരു ഷെയർ പോലെയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ സംരംഭമായ ഫുഡ് സ്റ്റോളുകൾ, എറണാകുളത്ത് ഫുഡ് സ്റ്റോളുകൾ ആരംഭിക്കും. ആ ഫുഡ് സ്റ്റോളുകൾ ആരംഭിച്ച് സെൻട്രൽ കിച്ചണൊക്കെ വെച്ച് ഫുഡ് സ്റ്റോളുകൾ ആരംഭിച്ച് അതിൽ നിന്ന് തൊഴിൽ എടുക്കുന്നവർക്ക് ആ ആനുകൂല്യങ്ങളും ശമ്പളവും എല്ലാം നൽകും. അപ്പോൾ അവർക്കൊരു വരുമാനമാകും. അതുപോലെ തന്നെ ഇവിടെ ചില മുതലാളിമാർ പറയുന്നുണ്ട് നഷ്ടമാന്ന് പറയുന്നുണ്ട്. സ്റ്റേബിളായി കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഒരു 3 പദ്ധതിയുമായിട്ട് നമ്മുടെ ഒരു പ്രോജക്ട്സ് കമ്മിറ്റി നമ്മൾ നഷ്ടത്തിലോടുന്നു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഹോട്ടലുകൾ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. അതിനുള്ള കാര്യങ്ങൾ താല്പര്യമുള്ള മുതലാളിമാർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം. അല്ല എങ്കിൽ ഞങ്ങൾ പലരുമായിട്ടും ബന്ധപ്പെടും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ അതിൻ്റേതായ 3 ചോയ്സുകൾ നൽകുന്നുണ്ട്. ഈ 3 ചോയ്സിൽ ഏതെങ്കിലും ഒരു ചോയ്സ് വെച്ചിട്ട് നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ. ഞങ്ങൾക്ക് കാശില്ല, ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് കെട്ടി ഇതൊന്നും തരില്ല. പക്ഷെ ശക്തമായിട്ടുള്ള എല്ലാ മേഖലയിലും അറിവും എക്സ്പീരിയൻസുമുള്ള ആയിരങ്ങൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവർ പ്രൂവണാണ്, ഇൻഡസ്ട്രിയിൽ പ്രൂവണാണ്. ലാഭമുണ്ടാക്കിക്കൊണ്ടുവരാനും അതുപോലെ തന്നെ ലാഭവിഹിതം തൊഴിലാളികൾക്ക് നൽകുകയും കൃത്യമായ ശമ്പളവും വേതനങ്ങളും നൽകാനും, അതുപോലെ തന്നെ മുതലാളിയുടെ P&L റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, ആ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൽകുവാനും കപ്പാസിറ്റിയുള്ള ഒരു ടീം നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ. അങ്ങനെയാണ് തൊഴിലാളികൾക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കാൻ പോകുന്നത്. ഈ സംരക്ഷണം എന്തിനു കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോരാട്ടം അങ്ങ് ആരംഭിക്കുമ്പോഴത്തേക്കിന് ഇവിടുത്തെ ചില മുതലാളിമാർക്ക് ചില അസുഖങ്ങളുണ്ട്. അവനെ ഇങ്ങനെ ജോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് അവരെ വളഞ്ഞാക്രമിക്കുകയും ആ തൊഴിലാളികളെ വളഞ്ഞാക്രമിക്കുകയും ആ തൊഴിലാളിയുടെ പണി തടസ്സപ്പെടുത്തുവാനും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതിനൊരു സംരക്ഷണവും കൂടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്ലാനിങ് ആണ് ഞങ്ങളുടെ സൊസൈറ്റി വഴി ഞങ്ങൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോരാട്ടം ഞങ്ങൾ ആരംഭിക്കുന്നതോടൊപ്പം സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് റോഡ് ഷോസും അതിനൊക്കെ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിലും കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ളൊരു
ഒരു ചർച്ച ഞങ്ങൾ അടുത്ത് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊഴിലാളികളോടൊരു വാക്ക്, സഹോദരങ്ങളോടൊരു വാക്ക്, നിങ്ങൾ ആമാന്തിച്ച് നിൽക്കരുത്. ഇത്രയും കാലം വിധേയപ്പെട്ട് നിന്നു. ഈ വിധേയപ്പെട്ട നിന്നവർ തന്നെ നിങ്ങളെ തള്ളി, നിങ്ങൾ ജീവിച്ചോ മരിച്ചോ എന്ന് പോലും അറിയാനുള്ള വ്യഗ്രത കാണിക്കാതെ ഒതുക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഈ പറഞ്ഞ നിങ്ങൾ വിധേയപ്പെട്ട് നിന്ന മുതലാളിമാർ ഇനിയും വിധേയപ്പെട്ട് നിന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ, ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു തൊഴിൽ ഉപേക്ഷിച്ച് വേറൊരു തൊഴിൽ കണ്ടെത്തുക വേണ്ടിയ ഒരു സാഹചര്യത്തിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളൊരു ടോട്ടൽ ഫെയിലിയറായിട്ട് പോകും. ചിന്തിച്ചുകൊണ്ട് ഈ ഒരു യൂണിയന്റെ ഭാഗമായിട്ട് ശക്തമായിട്ട് നിങ്ങൾ മുന്നിട്ട് വരണമെന്നാണ് എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു തൊഴിലാളി എന്ന നിലയിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കരുത്. ഭയപ്പെട്ട് നിന്നു കഴിഞ്ഞാൽ, എന്നും ഭയപ്പെട്ട് നിന്ന ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ശക്തമായിട്ടുള്ള നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടാണ്, ശക്തമായ പോരാട്ടങ്ങളിൽ കൂടിയാണ് നമ്മുടെ പൂർവികന്മാർ നമ്മൾക്ക് നേടിത്തന്ന പല അവകാശങ്ങളും. നമ്മൾക്കൊരു ബാധ്യതയുണ്ട്. ഈ ലേബർ ലോസ്, അത് നമ്മുടെ പൂർവികന്മാർ നമ്മൾക്ക് നേടിത്തന്ന്, പോരാട്ടത്തിലൂടെ നേടിത്തന്ന ഒരു ലോസാണ് ലേബർ ലോസ്. അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള അവകാശങ്ങൾ. ആ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടും സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. അതുകൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. നമ്മൾ മയക്കത്തിലാണ്. എന്നുവെച്ചാൽ ഇപ്പോഴും നമ്മൾ, ഇന്നലെ ഞാൻ ആ മറ്റേ പൊതുസമ്മേളനത്തിനകത്ത് ഞാൻ അഭിസംബോധന ചെയ്തപ്പോഴത്തേനും ഞാൻ പറഞ്ഞത്, കോട്ടും സൂട്ടും ഇട്ട കാര്യം സെക്രട്ടറി പ്രസ് ക്ലബ്ബിൽ വെച്ച് സംസാരിച്ചു. ഈ കോട്ടും സൂട്ടും ഇട്ടതിനകത്ത് രണ്ട് ഭാഷ്യങ്ങളുണ്ട്. ഒന്ന്, കോട്ടും സൂട്ടും ഇട്ട് നിൽക്കുമ്പോൾ പൊതുസമൂഹവും സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാം ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ക്ലീൻ ഷേവ് ഓടിച്ച് ചിരിച്ചു നിൽക്കുമ്പോഴത്തേക്കിന് ഇവന്മാർക്ക് അങ്ങ് സുഭിക്ഷമായിട്ടുള്ള ഒരു ജീവിതമാണെന്നാണ്. കോട്ടും സൂട്ടും ഊരിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അവർക്ക്, നമുക്കൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ആ കോട്ടിൽ നിന്നും സൂട്ടിൽ നിന്നും ഊരിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കൊറോണ കാലത്ത് താടിയും വളർത്തി മുടിയും വളർത്തി നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചതാണത്. മുമ്പിൽ എന്തുണ്ട്? മുമ്പിൽ ഇരുട്ടാണ്. പിന്നെ തൊഴിലാളികളുടെ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കോട്ടും സൂട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഏതാണ്ട് കുത്തക മുതലാളിയാണ്, നമ്മളുടെ കീഴിലുള്ളവനൊക്കെ ഇതാണ് എന്നുള്ളൊരു ചിന്താഗതി. നമുക്കതൊന്നും വേണ്ട എന്നുള്ള ഒരു തരം ഇതുണ്ടല്ലോ. ഒന്നുമല്ലത്. ഓരോരുത്തരും ഈ യൂണിയനിൽ അംഗമാകുന്നവർ അഭിപ്രായങ്ങൾ, ഇതൊരു ജനാധിപത്യ യൂണിയനാണിത്. അഭിപ്രായങ്ങൾ പറയുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കൂട്ടായ തീരുമാനത്തിലൂടെ നമ്മൾ ഈ പോരാട്ടം ആരംഭിക്കുകയാണ്. നമുക്കിനി ഉറക്കമില്ല. നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നിടം വരെ നമുക്കിനി ഉറക്കമില്ല. ആദ്യം നമ്മൾ മെയിൽ അയച്ചു, രണ്ടാമത് പ്രസ് മീറ്റ് നടത്തി, മൂന്നാമത് ഇത് വന്നു. ഇനിയും നാലാമത്തെ പടിയായിട്ട് നമ്മൾ ആദ്യം കോവിഡ് നിയമം പാലിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം നമ്മൾ ജില്ലാടിസ്ഥാനത്തിൽ നമ്മൾ ആരംഭിക്കും. അതിലും നടന്നില്ലെങ്കിൽ ഇതെല്ലാം സെപ്റ്റംബറിന് മുമ്പ്, ടൂറിസം സ്റ്റേബിൾ ആകുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ പോരാട്ടം ശക്തമായിരിക്കണം. ഈ പറഞ്ഞ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പോരാട്ടം ഫലം കണ്ടില്ല എങ്കിൽ ഞങ്ങൾ 3 ആവശ്യമേ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. 3 ആവശ്യം. ഈ ടൂറിസം എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് അല്ലെങ്കിൽ ടൂറിസം തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. 2,
കേരളത്തിലെ മലയാളികളായിട്ടുള്ള തൊഴിലാളികൾക്ക് 60% വരുന്നത്, അത് GM ആയിക്കോട്ടെ അല്ലെങ്കിൽ ടൂർ മാനേജർ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ, 60% മലയാളികൾക്ക് തൊഴിൽ കൊടുത്തിട്ട് മാത്രമേ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാവുള്ളൂ. 3, ഈ ബാങ്കുകളിൽ നിന്ന്, ഈ പലിശക്കാരിൽ നിന്ന് ഗതികേട് കൊണ്ട് ലോണുകൾ എടുത്തുപോയ ഈ തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാമതാണ് ഈ പറഞ്ഞ ബാങ്കുകാരുടെ ഭീഷണികൾ. രണ്ടാമത്തെ ഘടകം ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് പട്ടിണി. അതിനാണ് ക്ഷേമനിധി ബോർഡും ഗവൺമെന്റ് സഹായങ്ങളും. ഈ 3 കാര്യങ്ങളും ഗവൺമെന്റിന് ചെയ്യാവുന്നത്, നിഷ്പ്രയാസം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ അത് നടപ്പിലാക്കണമെന്ന് ഉള്ള ഒറ്റ പ്രഖ്യാപനമാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ ഇത് 3 നടപ്പിലാക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് തൊഴിലാളി സുഹൃത്തുക്കൾക്ക് വേണ്ടിയും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ പോരാട്ടം ആരംഭിക്കുകയാണ്. ഓരോരുത്തരും ശക്തമായിട്ട് മുന്നോട്ട് നിന്നില്ലെങ്കിൽ ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡൈ. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഓരോരുത്തരും പങ്കെടുക്കണം, ശക്തമായിട്ട് പങ്കെടുക്കണം. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വേണം. നമ്മൾ 10 പേരേ ഉള്ളെങ്കിൽ 10 ലക്ഷം പേര് നമ്മളുടെ സംഘടനയിൽ വരണം. ബാക്കിയുള്ളവർ മറ്റു സംഘടനകളിൽ പോയിക്കോട്ടെ. നമ്മുടെ സമാനമായിട്ടുള്ള എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്. ഈ പറഞ്ഞ 3 ലക്ഷ്യങ്ങളാണ്. 3 അല്ല, അതിൽ 1 or 2 അത്. ഈ 3 ലക്ഷ്യങ്ങൾ ഏതെങ്കിലും ഒന്നാണ് ഈ പറഞ്ഞ നമ്മുടെ മറ്റ് സഹോദര സംഘടനകൾക്കുള്ളത്. ലക്ഷ്യമൊന്നാണ്, പക്ഷെ മാർഗമാണ് വ്യത്യാസം. നമ്മുടെ മാർഗം വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മുടെ മാർഗവുമായിട്ട് ഐക്യപ്പെട്ട് നിന്നൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ താല്പര്യമുള്ള നമ്മളുടെ മറ്റ് സംഘടനകളുമായിട്ട് ബന്ധിപ്പിച്ചും നമ്മൾക്ക് സമരം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് എൻ്റെ ഈ വാക്കുകൾ ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ ഈ ഒരു സംസാരം ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.